ഹായ്, പുതിയൊരു പടത്തിന്റെ റിവ്യൂ കിട്ടിയിട്ടുണ്ട്. അതുമായി ഞാൻ വന്നിരിക്കുന്നു. അമ്മ തലമുട്ടി. അതുപോലെ പുതിയ പടം കാന്ത ട്രെയിലർ ഇറങ്ങിയിട്ട് 2 ദിവസമായി തോന്നുന്നു. ഞാൻ ഇന്നലെയാണ് കണ്ടത്. ഇന്നലെയാണ് എന്റെ കണ്ണിൽ പെട്ടത്. നമ്മുടെ നായകൻ അതിലത്തെ DQ ആണ്. അതുപോലെ നായിക വന്നിട്ട് ഭാഗ്യലക്ഷ്മി. എനിക്ക് തോന്നുന്നത് വില്ലൻ ക്യാരക്ടറാണെന്ന് തോന്നുന്നു. നമ്മുടെ പൽവാർദേവൻ, നമ്മുടെ റാണ ദഗ്ബട്ടി. അപ്പൊ ഇതാണ് സിനിമയിൽ ട്രെയിലർ കണ്ടിട്ട് എനിക്ക് ഇത്രയും പേരാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ കുറച്ച് പേരുണ്ട് നമ്മൾ കണ്ടിട്ടുള്ള ആൾക്കാരാണ്, പക്ഷെ പേരെനിക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല. തപ്പിയെ കിട്ടും. ഞാൻ ആ ട്രെയിലർ കണ്ട വഴിക്ക് അക്രാന്തം കൊണ്ട് ഓടി ഒന്ന് റിവ്യൂ ചെയ്യാന്ന് ചോദിച്ചാട്ടോ. അതുപോട്ടെ, ഇത് സംഭവം കഥ വന്നിട്ട് നമ്മൾ മുൻപ് കണ്ടിട്ടുണ്ട് DQന്റെ ഒരു സിനിമ ലക്കി ഭാസ്കർ എന്ന് പറഞ്ഞിട്ടൊരു പഴയ മോഡൽ കഥ വരുന്നത്, ഒരു വിന്റേജ് ഫിലിം പോലെയൊക്കെ. അതുപോലത്തെ ഒരു കണക്റ്റഡ് ആയിട്ടുള്ള സ്റ്റോറിയാന്ന് തോന്നുന്നുണ്ട്. പക്ഷെ അതല്ല കേട്ടോ കഥ. സംഭവത്തിനകത്ത് വരുന്നത് ഫിലിം ഷൂട്ടിങ്ങിന്റെ ഒരു സ്റ്റോറിയാണെന്ന് തോന്നുന്നു. അതിനകത്ത് ആ ഫിലിമിനകത്ത് കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സിനിമയിലത്തെ നായകനും അതുപോലെ സംവിധായകനും തമ്മിലുള്ള ഈഗോ ക്ലാഷ് ഇല്ലേ, അതൊക്കെയാണ് തോന്നുന്നുണ്ട്. കണ്ടിട്ട് ചെറിയ ചെറിയ ഹിന്റുകൾ കണ്ടിട്ട് എനിക്ക് മനസ്സിലായത്. നിങ്ങൾ എന്തായാലും റിവ്യൂ ചെറിയ പോർഷൻ ഞാൻ ഇതിലിടുന്നുണ്ട്, ഒന്ന് കാണണേ. நான் எடுக்கிற அந்த படத்தை நீங்க ஒரு ஓரமா இருந்து பாருங்க. இந்த சினிமா தர பணம், பேர், புகழ் ஒன்ன கெடுக்குது. இந்த படம் ஏன் கிளைமேக்ஸோட நான் சொன்னபடி தான் ரிலீஸ் ஆகும். കട്ടി വയ്ത്ത വേളയെ കാത്തിരിക്കട്ടും എന്ന്. ഓക്കെ, കണ്ടിട്ട് നിങ്ങൾക്കും എന്റെ പോലെ തന്നെയല്ലേ കത്തിയിട്ടുള്ളത്. ഇനിയിപ്പോ നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യുക. കമന്റ് ഇതിലും പോയിട്ട് ഫിലിം കാണുക. പിന്നെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ DQ ആണ്, എന്തായാലും പൊളിയായിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും. അപ്പൊ എനിക്ക് ആ കുഞ്ഞൊരു നിസ്സാര സെക്കൻഡേ ഉള്ളൂ ട്രെയിലർ. അത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ഒരു സിനിമ സംവിധാനം ചെയ്യുമ്പോൾ അതിനകത്ത് സംവിധായകനും നായകനും തമ്മിൽ വരുന്ന ഒരു ഈഗോ ക്ലാഷ്, അല്ലെങ്കിൽ എന്താ പറയാ, ഒരു ചെറിയ മത്സരം, അതൊക്കെയാണ് അതിനകത്ത് ഉൾപ്പെടുത്തിയത്. എനിക്ക് കണ്ടിട്ട് അത്രേ മനസ്സിലായുള്ളൂ. എന്തായാലും ട്രെയിലർ കണ്ടെടുത്തോളം എനിക്ക് തോന്നുന്നത് അത് പൊളിയായിരിക്കും തോന്നുന്നുണ്ട്. എന്ത് ചെയ്യാനാ, എല്ലാവരും കൂടി ഇങ്ങനെ നല്ല പടങ്ങളൊക്കെ ഇറക്കി കഴിഞ്ഞാൽ എന്റെ പോക്കറ്റ് പിന്നെയും കാലിയാവുന്ന ലക്ഷണമാണ് കണ്ടുവരുന്നത്. അപ്പൊ ഞാൻ ഇതിൽ കുഞ്ഞു പോർഷൻസ് ഞാൻ ചേർക്കുന്നുണ്ട്. നിങ്ങളത് കണ്ടു നോക്കണം കേട്ടോ ട്രെയിലറിന്റെ. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രെയിലർ നേരിട്ട് കാണുന്നുണ്ടെങ്കിൽ അത് പോയി കണ്ടു നോക്കുക. உன்னை அழிக்கிறதுக்கு எனக்கு 5 நிமிஷம் போதும். ஊதித்தள்ள நான் ஒன்றும் மண்ணில்ல, மலை. അപ്പൊ എല്ലാവരും ഫിലിം കാണുക. ഇത് കഴിഞ്ഞിട്ട് ഞാൻ റിവ്യൂ ചെയ്യുന്നുണ്ട്, അതും കാണുക. അതുപോലെ എന്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക്, കമന്റ്, സബ്സ്ക്രൈബ് എല്ലാം ചെയ്യാം. പിന്നെ അടുത്ത വീഡിയോയിൽ ഇതുപോലെ ചെറിയ ചെറിയ റിവ്യൂസ് അല്ലെങ്കിൽ റിയാക്ഷൻസ്, അതുമല്ലെങ്കിൽ പിന്നെന്താ പറയാ, ട്രെയിലർ കണ്ടിട്ടുള്ള എന്റെ അഭിപ്രായം, സിനിമയെ കുറിച്ചുള്ള അഭിപ്രായമൊക്കെ ഞാനിങ്ങനെ ചെറുതായിട്ടൊന്ന് പറഞ്ഞു തുടങ്ങുന്നേ ഉള്ളൂ, പിച്ച വെച്ച് വരുന്നുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ. ഒരു കുഞ്ഞു പോർഷൻ കൂടി ഇതിനകത്ത് ഉണ്ട് കേട്ടോ, ഒന്ന് കാണണേ. கேமரா கிட்டவே என் முகத்துக்கிட்ட கேமரா க்ளோஸ்.